അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ, നമ്മുടെ പ്രഭാത വെളിച്ചം 508-ാമത്തെ ദിവസം അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അല്ലാഹു വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തുനബിയുടെ ഏറ്റവും വലിയൊരു സ്വഭാവം നമുക്കൊന്ന് പഠിക്കാം. അവിടുന്ന് പറയാണ് തഹാദു തഹാബു. നിങ്ങൾ പരസ്പരം സമ്മാനം കൊടുക്കുന്ന സ്വഭാവങ്ങളിലുണ്ടോ, നിങ്ങളിൽ പരസ്പര സ്നേഹം വർദ്ധിക്കുന്നു. ഭാര്യയ്ക്ക് സമ്മാനം കൊടുക്കുന്ന ഭർത്താവ്, ഭർത്താവിന് സമ്മാനം കൊടുക്കുന്ന ഭാര്യ, മക്കൾക്ക് സമ്മാനം കൊടുക്കുന്ന മാതാപിതാക്കൾ, മാതാപിതാക്കൾക്ക് സമ്മാനം കൊടുക്കുന്ന മക്കൾ, ഇങ്ങനെ പരസ്പരം സമ്മാനം കൊടുക്കുക. എത്ര പ്രായമുള്ള ആളാണെങ്കിലും എത്ര ചെറിയ കുട്ടിയാണെങ്കിലും ഒരു ഹദിയ കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ഉന്നതമായതാണ്. ഹദിയ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വരുമാനം ഹദിയയായിരുന്നു എന്ന്, ഒരാളൊരു സമ്മാനമായി കൊടുത്താൽ സന്തോഷത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് സ്വീകരിക്കുമായിരുന്നു എന്ന്. കാരണം ഹദിയ എന്നുള്ളത് ശരിക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ സന്തോഷത്താൽ കൊടുക്കുന്നതാണല്ലോ. നമ്മുടെ മക്കളിൽ അവർ പരീക്ഷയിൽ വിജയിച്ചാൽ, അവരിൽ നല്ല ഒരു പെരുമാറ്റം കണ്ടാൽ, വാക്കുകൊണ്ടെങ്കിലും പ്രശംസിക്കുന്ന ഒരു സമ്മാനം കൊടുക്കാൻ നമ്മൾ മുന്നോട്ട് വന്നാൽ, ഒന്ന് റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവം ആദരിച്ചു, നല്ലൊരു വ്യക്തിത്വത്തിനുടമയായി. ഇതിലൊക്കെ പിശുക്ക് കാണിക്കുന്ന മനുഷ്യരാണ് വ്യക്തിത്വമില്ലാത്ത, സ്വഭാവദൂഷ്യമുള്ള, പരാജിതരായ ആളുകൾ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തിരുജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിലുള്ള പഠനം നടത്താൻ നമ്മളൊക്കെ ഒരുക്കമായാൽ നമ്മുടെ ജീവിതം പ്രകാശിതമാകും. അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, നീ ഞങ്ങളെ കബൂൽ ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സ്വീകാര്യത നൽകണമേ റബ്ബേ. ഞങ്ങളുടെ വാക്കുകളിൽ സ്വീകാര്യത നൽകണമേ റഹ്മാനെ. നിൻ്റെ ദീനിൻ്റെ ഇഖ്ലാസുള്ള ഖാദിമീങ്ങളാക്കണമേ റബ്ബേ. ഈ പ്രഭാത വെളിച്ചം കൂട്ടായ്മയിലെ ആളുകൾക്ക് നീ ഖൈറും ബറക്കത്തും റാഹത്തും നൽകണമേ റബ്ബേ. നിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണമേ അല്ലാ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തേകണമേ റബ്ബേ. ഞങ്ങളുടെ എല്ലാ ദുആകളിലും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബാദികൾ, അയൽവാസികൾ, നാട്ടുകാർ, കൂട്ടുകാർ, ശിഷ്യന്മാർ, സ്നേഹിതന്മാർ, അള്ളാഹുവേ ദുആ കൊണ്ടേൽപ്പിച്ചവർ എല്ലാവരെയും ഉൾപ്പെടുത്തണമേ റബ്ബേ. ഞങ്ങളുടെ ദുആഇന് ഉത്തരം നൽകണമേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.